അപ്പോൾ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവദൂതൻ മൂവിയിലെ മോഹൻലാലിൻ്റെ ഫോട്ടോ. ഞാൻ ഈ ഫോട്ടോ മുമ്പും വരച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരു കളിയാക്കിയ രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇതെന്താടാ മോഹൻലാൽ തന്നെയാണോ, മോഹൻലാലിനെ വണ്ടി ഇടിച്ചതാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ വണ്ടി പിടിച്ച പാട്ട് മാഷല്ലേ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ വിഷമമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരച്ചതിൻ്റെ ആ ഒരു കുറവ് കൊണ്ടാണോ അല്ലെങ്കിൽ കളിയാക്കിയതാണോ ഒന്നും ഒരു പിടുത്തല്ലേ. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വര വളരെ മോശമായിരുന്നു എന്നുള്ളത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള പരിപാടികളായിരുന്നു കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം എടുത്ത്, പിന്നെ എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യണത്, എന്തൊക്കെ മെറ്റീരിയൽസാണ് അതിന് വേണ്ടത് എന്നുള്ള സാധനങ്ങളൊക്കെ കുറേ നോക്കി കണ്ടും പഠിച്ച് പിന്നെ ഇതിൻ്റെ പിന്നാലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടാണ്. അതാണ് എൻ്റെ വരയുടെ വീണ്ടുള്ള സ്റ്റാർട്ടിങ്. പിന്നെ എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം പിന്നെ വരയോടൊന്നും താല്പര്യമുണ്ടായി തുടങ്ങി. പിന്നെ നമ്മൾ ആ പരിപാടിയൊക്കെ വേണ്ടെന്ന് വെച്ച് പിന്നീട് വീണ്ടും ഒരാളുടെ നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു സംഭവത്തോട് വീണ്ടും ഇഷ്ടം കൂടി, വീണ്ടും നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ കൂടി തട്ടിയെടുത്ത് അതെങ്ങനെ പുതിയതാക്കി കൊണ്ടുവരാമെന്നുള്ളൊരു പരിപാടിയാണ് പിന്നെ ഞാൻ ചെയ്തത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഈ സംഭവം ഓരോ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയത്. ഇനിയും എൻ്റെ വര ഇനിയും ബെറ്റർ ആവാനുണ്ട് എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, അതങ്ങനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീരില്ല, ഒരിക്കലും പഠിച്ച് തീരാത്തൊരു സംഭവമാണ് ഈ കല എന്ന് പറയുന്ന സംഭവം. അതെല്ലാവർക്കും അറിയാലോ. അതിങ്ങനെ വർഷങ്ങളോളം എടുത്ത് നമ്മൾ എത്ര ദിവസം നമ്മളത് എങ്ങനെ നമ്മൾ എന്താ പറയുക വരച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഒരിക്കലും അത് അടിയിലേക്ക് പോവുക. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായി നെഗറ്റീവ് എല്ലാം ക്ലിയർ ചെയ്ത് കൊണ്ടുപോയി വരുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ പഠിക്കുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്കത് ഈ വരയോട് കൂടിയിട്ടും പിന്നെ ഞാനിപ്പോൾ വരച്ചു തുടങ്ങിയ പിക്ചറുകളൊക്കെ അത്രയും പെർഫെക്റ്റായി കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. പിന്നീട് ഞാൻ യൂട്യൂബിലാണ് കൂടുതലായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരാന്ന് പറഞ്ഞ സംഭവം പഠിക്കാത്തൊരു വ്യക്തിയാണ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേരുകളോടായാൽ പോലും പറയാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ അപ്പച്ചൻ അമ്മച്ചിമാരോട് പറയാനുള്ളത്, എന്തെങ്കിലും ചെറിയ ചെറിയ കഴിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ അതിൻ്റെതായ രീതിയിൽ പഠിപ്പിക്കുക, അവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തോളൂട്ടാ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇങ്ങനെ പറയാൻ തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിലും നല്ല രീതിയിലും കാര്യങ്ങളൊക്കെ ഒന്നുകൂടിയും ബെറ്റർ ആക്കിയിട്ട് അടിപൊളി ഫോട്ടോസുകളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വരച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും പിന്നെ എൻ്റെ നമ്പറിലും ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കപ്പിൾ ഫോട്ടോസോ, അല്ലെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റോ, അങ്ങനെ എന്തെങ്കിലും ആട്ടെ, നമുക്ക് എന്തും നമ്മൾ ഡീൽ ചെയ്യും. അപ്പോൾ സെറ്റാക്കി തരാട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.